Hi everyone, welcome to my channel Civil Tips and Tricks. എൻ്റെ വീഡിയോ കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാമിനും പിന്നെ ലെക്ചറർ ഗ്രേഡ് 1 എക്സാംസിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കണ്ടിന്യൂഷൻ ആണ്, പാർട്ട് 1. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, പക്ഷെ അത് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം അതിന്റെ കണ്ടിന്യൂഷനാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ഹൈഡ്രോളിക് മെഷീൻസ് ആണ്. പമ്പ്സ്, പിന്നെ അതിന്റെ ടെർമിനോളജീസ്, എഫിഷ്യൻസീസ് ഓഫ് പമ്പ്, കാവിറ്റേഷൻ, ആപ്ലിക്കേഷൻസ്, പിന്നെ സ്പെസിഫിക് സ്പീഡാണ് എടുക്കുന്നത്. ഹൈഡ്രോളിക് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോളിക് എനർജി വന്നിട്ട് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും, ആൻഡ് മെക്കാനിക്കൽ എനർജി ഹൈഡ്രോളിക് എനർജി ആയിട്ടും കൺവേർട്ട് ചെയ്യും. അതിന് പറയുന്ന മെഷീൻ പറയുന്ന പേരാണ് ഹൈഡ്രോളിക് മെഷീൻസ്. ഹൈഡ്രോളിക് മെഷീൻസ് 2 ടൈപ്പ് ഉണ്ട്, പമ്പ്സ് ഉണ്ട്, ടർബൈനും ഉണ്ട്. പമ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻസ് കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ടു ഹൈഡ്രോളിക് എനർജി. മെക്കാനിക്കൽ എനർജി വന്നിട്ട് ഹൈഡ്രോളിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പമ്പ്സിന് പറ്റും. അതുപോലെ ടർബൈൻസിന് വന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻസ് വിച്ച് കൺവേർട്ട് ഹൈഡ്രോളിക് എനർജി ടു മെക്കാനിക്കൽ എനർജി. ഹൈഡ്രോളിക് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും ടർബൈൻസ്. ഓക്കെ, പമ്പ് വന്നിട്ട് നമുക്കൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. റെസിപ്രോക്കേറ്റിംഗ് പമ്പ് സാധാരണ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പമ്പ്സ് വന്നിട്ട് സമ്പിനകത്ത് നിന്ന് വെള്ളം കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പമ്പിനകത്തോട് കടത്തി വിട്ടിട്ടാണ് അത് വന്ന് ഹൈഡ്രോളിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്ത് ആ വാക്യൂമാണ് വന്നിട്ട് ആ വെള്ളത്തിനെ സക്ക് ചെയ്ത് മേളിലോട്ട് എടുക്കുന്നത്. അപ്പം പമ്പ് എന്ത് ചെയ്യും? മെക്കാനിക്കൽ എനർജിയാണ് പമ്പ് കൊടുക്കുന്നത്, അത് വന്നിട്ട് ഹൈഡ്രോളിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ടർബൈൻ വന്നിട്ട് നമ്മുടെ ടർബൈൻസ് ഒക്കെ ഓർക്കാം. ഓക്കെ, അതിൽ വന്നിട്ട് ഹൈഡ്രോളിക് എനർജി മീൻസ് വെള്ളം വന്നിട്ട് ടച്ച് ചെയ്തിട്ട് ആ ടച്ച് ചെയ്യുമ്പോൾ ടർബൈൻ വന്നിട്ട് കറങ്ങും. അതിന് പറയുന്നതാണ് ഹൈഡ്രോളിക് എനർജി വന്നിട്ട് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, reservoir turbines. Pump is a device which convert mechanical energy from a motor. മോട്ടറിൽ വന്നിട്ട് മെക്കാനിക്കൽ എനർജി ക്രിയേറ്റ് ചെയ്തിട്ട് ആ ലിക്വിഡ് വന്നിട്ട് മെക്കാനിക്കൽ എനർജി ടു ഹൈഡ്രോളിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും മോട്ടർ. ഓക്കെ, ആ കുറച്ച് വർക്ക് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അങ്ങനെ ഉണ്ടാകുന്നത്. A low pressure enters the pump and pump does the work on the liquid. Okay, നമ്മുടെ പമ്പിൽ വന്നിട്ട് ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്തിട്ട് നടുക്ക് വന്നിട്ട് വാക്യൂം ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അതിനാ പറഞ്ഞ ഐ ഓഫ് ദ പമ്പ്. ഓക്കെ, അത് വന്നിട്ട് ആ വാക്യൂം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലോ പ്രഷർ ആയി കഴിയുമ്പോൾ വെള്ളം വന്നിട്ട് സമ്പിൽ നിന്ന് കളക്ട് ചെയ്യും. ഓക്കെ, ദിസ് വർക്ക് ഈസ് കൺവേർട്ടഡ് ടു പ്രഷർ എനർജി. ലോ പ്രഷർ ആയതുകൊണ്ട് തന്നെ ഈ വർക്ക് പ്രഷർ എനർജി ആയിട്ടും കൺവേർട്ട് ചെയ്യും. ഓക്കെ, which is available as liquid at the outlet. Okay, ഇൻലെറ്റിൽ നിന്ന് പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഔട്ട്ലെറ്റിൽ കാണും. ഓക്കെ, പമ്പ് ഈസ് ക്ലാസിഫൈഡ് ആസ് റോട്ടോഡൈനാമിക് ആൻഡ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്. പമ്പ് വന്നിട്ട് റോട്ടോഡൈനാമിക് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിനും പറയും. ഓക്കെ, റോട്ടോഡൈനാമിc pump. There is a rotating element called rotor or impeller which creates a vacuum at the center, and kinetic energy of rotor is converted to fluid which is converted to into pressure energy. Okay, ഒരു റൊട്ടേറ്റിംഗ് എലമെന്റ് കാണും, അതിന് പറയുന്ന പേരാണ് റോട്ടാർ അല്ലെങ്കിൽ ഇംപെല്ലർ. ഓക്കെ, which creates a vacuum at the center. സെന്ററിൽ വാക്യൂം ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സെന്ററിൽ വാക്യൂം ക്രിയേറ്റ് ചെയ്യും. ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് ദ റോട്ടാർ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ഫ്ലൂയിഡിലോട്ട് കൈനറ്റിക് എനർജി ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് ഇത് പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. എക്സാമ്പിൾ സെൻട്രിഫ്യൂഗൽ പമ്പ്, ടർബൈൻ പമ്പ്, പ്രൊപ്പലർ പമ്പ് എക്സെട്ര. ഇങ്ങനെയാണ് സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, വെള്ളം വന്നിട്ട് മേളിലോട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ ആ നടുക്ക് ആ വെള്ളം അബ്സോർബ് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, അതിന് പറയുന്നതാണ് ഐ. അതിന് വന്നിട്ട്
സീറോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും, മീൻസ് വാക്യൂം പ്രഷറിൽ സീറോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താവും, നമ്മുടെ ആ സ്ഥലത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് പ്രഷർ ലോ ആവും. അപ്പോൾ എന്താവും, പ്രഷർ ലോ ആവുമ്പോൾ വെള്ളം അങ്ങോട്ടേക്ക് അബ്സോർബ് ചെയ്തെടുക്കും. ഓക്കെ, അടുത്തത് വന്നിട്ട് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്. There is an expanding and contracting surface. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിന് എക്സ്പാൻഡിങ്ങും കോൺട്രാക്ടിങ് സർഫേസും കാണും. ഓക്കെ, എക്സ്പാൻഡിങ് സർഫേസിൽ വന്നിട്ട് സക്ഷൻ നടക്കും, വെള്ളം സക്ക് ചെയ്ത് മേലോട്ട് എടുക്കും. ഓക്കെ, കോൺട്രാക്ടിങ് സർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സക്ക് ചെയ്ത വെള്ളം മേളിലോട്ട് വിടും. ഓക്കെ, അതാണ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, കോൺട്രാക്ടിങ് സർഫേസ് കോസസ് ഡിസ്ചാർജ്. എക്സാമ്പിൾ, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, ഗിയർ പമ്പ്, വെയിൻ പമ്പ്, സ്ക്രൂ പമ്പ് ആൻഡ് ലോ പമ്പ് എക്സെട്ര. ഇതാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്. വാട്ടർ വന്നിട്ട് മേളിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ എന്താവും, എക്സ്പാൻഡ് ആവും. എക്സ്പാൻഡ് ആയിട്ട് ആ ഗിയറിൽ നിന്ന് തിരിച്ച് മേളിലോട്ട് പിന്നെയും പോകുന്ന വഴിയിൽ അവിടെ വന്നിട്ട് കോൺട്രാക്ഷൻ നടക്കും. ഓക്കെ, അപ്പോൾ എന്താവും, ഡിസ്ചാർജ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അടുത്തൊന്ന് സെൻട്രിഫ്യൂഗൽ പമ്പ്. സെൻട്രിഫ്യൂഗൽ പമ്പിന് ഇമ്പോർട്ടൻസ് പാർട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. എ വന്നിട്ട് സ്റ്റഫിംഗ് ബോക്സ്, ബി വന്നിട്ട് പാക്കിംഗ്, സി വന്നിട്ട് ഷാഫ്റ്റ്, ഡി വന്നിട്ട് ഷാഫ്റ്റ് സ്ലീവ്, ഇ വന്നിട്ട് വെയിന്, എഫ് വന്നിട്ട് കേസിങ്, ജി വന്നിട്ട് ഐ ഓഫ് ഇംപെല്ലർ, എച്ച് വന്നിട്ട് ഇംപെല്ലർ, ഐ വന്നിട്ട് കേസിംഗ് റിങ്, ഇംപെല്ലർ ആണ് ജെ, പിന്നെ കെ വന്നിട്ട് ഡിസ്ചാർജ് നോസിൽ. Impeller is a rotating part having backward curve vanes. Okay, impeller എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is a rotating part. റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ടിനാണ് ഇംപെല്ലർ എന്ന് പറഞ്ഞത്. അതിന് ബാക്ക്വേർഡ് കർവ് വെയിൻസ്. നേരത്തെ ഒരു സെന്റൻസിൽ നമ്മൾ ഇംപെല്ലർ എന്താന്ന് കണ്ടു, റോട്ടാർ അല്ലെങ്കിൽ ഇംപെല്ലർ നമ്മൾ നോക്കിയില്ലേ, അത് തന്നെയാണ് ഇംപെല്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇംപെല്ലറിൽ വന്നിട്ട് ബാക്ക്വേർഡ് കർവ് വെയിൻസ് ആയിരിക്കും. പിന്നെ ഇൻപുട്ട് വന്നിട്ട് മെക്കാനിക്കൽ എനർജിയുടെ ഫോമിലായിരിക്കും ഇംപെല്ലറിലോട്ട് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഇംപെല്ലർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് ഇംപെല്ലർ: ക്ലോസ്ഡ്, സെമി ഓപ്പൺ, ഓപ്പൺ. ക്ലോസ്ഡ് വന്നിട്ട് രണ്ട് സൈഡും കവർ കാണും. ഓക്കെ, എന്തിനാ രണ്ട് സൈഡ് കവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫ്ലൂയിഡ് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലോട്ട് പാസ് ചെയ്ത് പോകാനായിട്ടാണ് ഫുൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഇംപെല്ലർ കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് ക്ലോസ്ഡ് ഇംപെല്ലർ. അടുത്തത് സെമി ഓപ്പൺ ഇംപെല്ലർ വന്നിട്ട് കവർ ഓൺ വൺ സൈഡ്. ക്ലോസ് ഇംപെല്ലറിൽ രണ്ട് സൈഡിലും കവർ കാണും. സെമി ഓപ്പണിന് ഒരു സൈഡ് മാത്രമേ കവർ കാണത്തുള്ളൂ. ഇതാണ് ഒരു സെമി ഓപ്പൺ ഇംപെല്ലർ. ഓക്കെ, ബോത്ത് സൈഡിൽ ഓപ്പൺ ആണെങ്കിൽ അത് വന്നിട്ട് ഓപ്പൺ ടൈപ്പ് ഇംപെല്ലർ ആയിരിക്കും. ഓക്കെ, ഇത് വന്നിട്ട് സീവേജ് വാട്ടറും പിന്നെ ഹൈലി കണ്ടാമിനേറ്റഡ് വാട്ടറും ഒക്കെ പെട്ടെന്ന് ഒരു മീൻസ് താഴെ നിന്ന് മേളിലോട്ട് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ സെമി ഓപ്പൺ ടൈപ്പ് ഇംപെല്ലർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, casing. It is an airtight casing surrounds the impeller. Okay, impeller മുഴുവൻ കവർ ചെയ്യാനായിട്ട് എയർ ടൈറ്റ് കേസിംഗ് പ്രൊവൈഡ് ചെയ്യും. ടൈപ്സ് ഓഫ് കേസിംഗ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോള്യൂട്ട് കേസിങ്ങും വോർട്ടെക്സ് കേസിങ്ങും. വോള്യൂട്ട് കേസിംഗ് വന്നിട്ട് it is a gradual increasing area which helps to increase the pressure energy by gradual conversion of kinetic energy of fluid obtained from the impeller. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമുക്ക് പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം. ഓക്കെ, അതിൽ ഫസ്റ്റിൽ വന്നിട്ട് ഇംപെല്ലറിന് ആ ഒരു ആരോയിൽ കാണിച്ചിരിക്കുന്നില്ലേ, ആ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ ഏരിയ വന്നിട്ട് ചെറുതായിരിക്കും. അത് കഴിഞ്ഞ് ആ ഏരിയ വലുതായി ഡിസ്ചാർജിൻ്റെ സ്ഥലത്തായിരിക്കുമ്പം ഡിസ്ചാർജിൻ്റെ സ്ഥലത്തോട്ട് വെള്ളം വരുമ്പം അത് കറക്റ്റായിട്ടുള്ള ഏരിയ മീൻസ് കറക്റ്റ് സൈസിലുള്ള ഏരിയ ആകും. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് വോള്യൂട്ട് കേസിങ്ങിൽ ഏരിയ വന്നിട്ട് വെള്ളം
അബ്സർവ് ചെയ്ത് വെളിയിലോട്ട് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഏരിയ ചെറുതായിരിക്കും, അത് കഴിഞ്ഞ് ഏരിയ ഇൻക്രീസ് ആയി ഡിസ്ചാർജിന്റെ സമയത്താകുമ്പം അത് കോൺസ്റ്റന്റ് ഏരിയ ആയിട്ട് മാറും. പിന്നീട് ഏരിയക്ക് ഒരു ചേഞ്ച് കാണത്തില്ല. ഓക്കെ, അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ എനർജി വന്നിട്ട് ഇൻക്രീസ് ആവും. ഓക്കെ, പ്രഷർ എനർജി ഇൻക്രീസ് ആയിട്ട് കൈനറ്റിക് എനർജി ആയിട്ട് അത് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതിനുവേണ്ടിയാണ് വോള്യൂട്ട് കേസിംഗ് യൂസ് ചെയ്യുന്നത്. വോർട്ടെക്സ് കേസിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ചേംബർ ഹാവിംഗ് കോൺസ്റ്റന്റ് ക്രോസ് സെക്ഷൻ സറൗണ്ടിങ് ദ ഇമ്പല്ലർ. പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം, നേരത്തെ കണ്ട പിക്ചറിൽ വന്നിട്ട് ഏരിയ ഇൻക്രീസ് ആവുന്നുണ്ട്, പക്ഷേ വോർട്ടെക്സ് കേസിംഗിൽ വന്നിട്ട് ഏരിയ ഇൻക്രീസ് ആവുന്നില്ല, കോൺസ്റ്റന്റ് ഏരിയ ആയിരിക്കും. ഓക്കെ, ഇത് വന്നിട്ട് ടർബുലൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇത്രയും കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സക്ഷൻ പൈപ്പ്. ഇറ്റ് ഈസ് എ ലോങ് pipe of circular cross section with one end is immersed in sump and other end is connected to the eye of impeller. The vacuum is created in this pipe causes the fluid to rise from the sump. Okay, ഇതൊരു ലോങ് പൈപ്പ് ആണ്. ഓക്കെ, അതിന് സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ്. ഓക്കെ, ഈസ് ഇമേഴ്സ്ഡ് വിത്ത് സബ്. അത് വന്നിട്ട് സമ്പിൽ ഇമേഴ്സ് ചെയ്യും. വാട്ട് ഈസ് സമ്പ്? സമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണർ തന്നെ നമുക്ക് ഓർത്ത് വയ്ക്കാം. കിണറിന്റെ വെള്ളം എവിടെ വരിക്കുന്നു അതിനെ പറയുന്നതാണ് സമ്പ്. ഓക്കെ, ആ വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്യുക, ആ വെള്ളത്തിൽ മുക്കി വയ്ക്കുക, അതാണ് ഇമേഴ്സ് ചെയ്യുന്ന സമ്പ്. ഓക്കെ, ദ അതർ എൻഡ് ഈസ് കണക്റ്റഡ് ടു ദ ഐ ഓഫ് ദ ഇമ്പലർ. ഇമ്പലറുടെ ഐയിലാണ് അടുത്ത എൻഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഐയിലാണ് വന്നിട്ട് വാക്യൂം ക്രിയേറ്റ് ചെയ്ത് വെള്ളം വന്നിട്ട് സമ്പിൽ നിന്ന് വന്നിട്ട് വെള്ളം മേളിലോട്ട് കളക്ട് ചെയ്യാനായിട്ട് വന്നിട്ട് സക്ഷൻ പൈപ്പാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഫൂട്ട് വാൽവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നോൺ റിട്ടേൺ വാൽവ് ഫിറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് സക്ഷൻ പൈപ്പ്. ഓക്കെ, ഫൂട്ട് വാൽവ് വന്നിട്ട് സക്ഷൻ പൈപ്പിന്റെ എൻഡിലായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് വന്നിട്ട് ഒരു നോൺ റിട്ടേൺ വാൽവാണ്. നോൺ റിട്ടേൺ വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം മേളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് ഒരു സൈഡ് താഴെ നിന്ന് അടയ്ക്കും. ഓക്കെ, അടച്ചു കഴിഞ്ഞാൽ ആ മേളിൽ പോയ വാട്ടർ താഴോട്ട് വരത്തില്ല. അപ്പം ഇത് നോൺ റിട്ടേൺ വാൽവ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി കൂടെ ഈ വാൽവ് പോകത്തുള്ളൂ, താഴോട്ട് പോകത്തില്ല, താഴോട്ട് ഈ വെള്ളം പോകത്തില്ല. അപ്പം അതിന് നോൺ റിട്ടേൺ വാൽവ് എന്ന് പറയും. ഇറ്റ്സ് ഫംഗ്ഷൻ ഈസ് ടു പ്രിവെന്റ് റിവേഴ്സ് ഫ്ലോ ഓഫ് വാട്ടർ ബാക്ക് ടു ദ സമ്പ്. ഓക്കെ, വാട്ടർ വന്ന് മേളിലോട്ട് പോകാൻ സാധിക്കും, താഴോട്ട് വരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യത്തില്ല. ഓക്കെ, ഇറ്റ് ഈസ് ഫിറ്റഡ് വിത്ത് എ സ്റ്റെയർ അറ്റ് ദ ഇൻലെറ്റ്. ഡെലിവറി പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലോങ് പൈപ്പ് വിച്ച് ഈസ് കണക്റ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ഡിസ്ചാർജ് ആൻഡ് of the pump and other end is connected to the delivery point. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ വെള്ളം കളക്ട് ചെയ്തില്ലേ, അവിടെ നിന്ന് വരുന്ന വെള്ളം പമ്പിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന വെള്ളം വന്നിട്ട് ഡെലിവറി പോയിന്റ് വരെ കൊണ്ടുപോയി ഈ പൈപ്പ് ആക്കും. ഓക്കെ, അതിന് പൈപ്പിന് പറയുന്ന പേരാണ് ഡെലിവറി പൈപ്പ്. ടെർമിനോളജീസ്. ഹെഡ് എന്ന് പറഞ്ഞാൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് ഹെഡ്. സക്ഷൻ ഹെഡ് എന്ന് പറഞ്ഞാൽ ലീനിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഐ ഓഫ് ഇംപെല്ലർ ആൻഡ് ഫ്രീ വാട്ടർ ലെവൽ ഇൻ ദി ഡെലിവറി ടാങ്ക്. ലീനിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഐ ഓഫ് ഇംപെല്ലർ തൊട്ട് ഡെലിവറി ടാങ്ക് വരെയുള്ള ഡിസ്റ്റൻസിന് വാട്ടർ ഫ്ലോ ചെയ്യുന്ന ആ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് സക്ഷൻ ഹെഡ്. ഡിസ്ചാർജ് അല്ലെങ്കിൽ ഡെലിവറി ഹെഡ് HD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലീനിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഐ ഓഫ് ഇംപെല്ലർ ആൻഡ് ദ ഫ്രീ വാട്ടർ ലെവൽ ഇൻ ദി ഡെലിവറി ടാങ്ക്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐ ഓഫ് ഇംപെല്ലർ തൊട്ട് ഡെലിവറി ടാങ്ക് വരെയുള്ള സ്ട്രേറ്റ് ലൈനിൽ നിന്ന് എടുക്കുന്ന ഡിസ്റ്റൻസിന് പറയുന്നതാണ് ഡെലിവറി ഹെഡ്. അതിന് പറയുന്നതാണ് HD അല്ലെങ്കിൽ ഡിസ്ചാർജ്. ടോട്ടൽ ഹെഡ് അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് സ്റ്റാറ്റിക് ഹെഡ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ലിഫ്റ്റ് H. ഇറ്റ് ഈസ് ദ സം ഓഫ് സക്ഷൻ ഹെഡ് ആൻഡ് ഡെലിവറി ഹെഡ്. സക്ഷൻ ഹെഡിന്റെയും ഡെലിവറി ഹെഡിന്റെയും സം ആണ് ടോട്ടൽ ഹെഡ്. മാനോമെട്രിക് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ ഹെഡ് എഗെയിൻസ്റ്റ് വിച്ച് എ പമ്പ് ഹാസ് ടു വർക്ക് ടു ബ്രിങ് ദ ഫ്ലൂയിഡ് ഫ്രം ദ സമ്പ് ആൻഡ്
of suction pipe to the discharge end of the delivery pipe. Okay, sump end നിന്നും പിന്നെ ഡിസ്ചാർജ് എൻഡ് ഓഫ് ദ ഡെലിവറി പൈപ്പ് വരയ്ക്കും പോകുന്ന ആ ഹെഡിന് പറയുന്നതാണ് മാനോമെട്രിക് ഹെഡ്. ഓക്കെ, പമ്പ് ഹാസ് ടു ഓവർകം ഫ്രിക്ഷൻ ഇൻ സക്ഷൻ. ഓക്കെ, സക്ക് ചെയ്യുന്ന സമയത്ത് പമ്പിൽ ഫ്രിക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സക്ഷനിലും ഡെലിവറി പൈപ്പിലും ഫ്രിക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇറ്റ് ഹാസ് ടു ഡെവലപ്പ് സക്ഷൻ the suction and delivery head. Okay, and delivered water must be imparted some velocity. Consider all those facts, we get HM is equal to HS plus HD plus HFS plus HFD plus VA square divided by 2G. Okay, അത് HFSും HFD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ ലോസ് എവിടെയെല്ലാം ഉണ്ടാവും? സക്ഷൻ ഹെഡിലും ഡെലിവറി പൈപ്പിലും വന്നിട്ട് ഫ്രിക്ഷൻ ഹെഡ് ഉണ്ടാവും. അതിന് പറയുന്നതാണ് HFSും HFD. V² by 2G വന്നിട്ട് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് ഡെലിവേർഡ് ഫ്ലൂയിഡ് ഓർ നോൺ ആസ് കൈനറ്റിക് ഹെഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഹെഡ്. നെറ്റ് പോസിറ്റീവ് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം. വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ പ്രഷർ കുക്കർ തന്നെ നമുക്ക് ഓർത്ത് വയ്ക്കാം. ഓക്കെ, പ്രഷർ കുക്കറിൽ നമ്മൾ ബോയിൽ ചെയ്യാനായിട്ട് വെക്കുമ്പം ഒരു സർട്ടൺ ടെമ്പറേച്ചർ ആയി കഴിയുമ്പം നമുക്ക് വന്നിട്ട് അതിൽ വിസിൽ വരാൻ തുടങ്ങും. ഓക്കെ, നമ്മൾ ഓഫ് ചെയ്യും. ഒരു അപ്പം വന്നിട്ട് റൂം ടെമ്പറേച്ചറിൽ ഈ ഒരു സംഭവം അതിൻ്റെ അകത്ത് തന്നെ ചൂടായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്തിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ പെട്ടെന്ന് ബേൺ ചെയ്യും. ഓക്കെ, റൂം ടെമ്പറേച്ചറിൽ ബേൺ ചെയ്യാൻ പറ്റും. അതിനാ പറയുന്നത് വേപ്പർ പ്രഷർ. ഓക്കെ, ആ ഒരു പ്രഷർ മീൻസ് നമ്മുടെ കുക്കറിനകത്ത് ആ ഒരു പ്രഷറിൽ ബേൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് പറഞ്ഞത് വേപ്പർ പ്രഷർ. ഇറ്റ് ഈസ് ദ ഹെഡ് റിക്വയർഡ് ടു ലിഫ്റ്റ് ദ ഫ്ലൂയിഡ് ഫ്രം ദ സമ്പ് ടു ദ ഐ ഓഫ് ഇംപെല്ലർ. നമ്മുടെ വെള്ളത്തിൻ്റെ മീൻസ് കിണറ്റിൻ്റെ ആ വെള്ളത്തിൻ്റെ ആ ലെവല് തൊട്ട് ഇംപെല്ലറുടെ ഐ വരയ്ക്കും ഉള്ള ഡിസ്റ്റൻസിന് പറയുന്നതാണ് നെറ്റ് പോസിറ്റീവ് ഹെഡ്. ഇറ്റ് മസ്റ്റ് ബി കെപ്റ്റ് എബവ് ദ വേപ്പർ പ്രഷർ. ആ ഒരു സമയത്ത് വേപ്പർ പ്രഷറിനെക്കാളും കൂടുതലായിരിക്കണം അവിടുത്തെ പ്രഷർ. ഓക്കെ, ഇത് വന്നിട്ട് കാവിറ്റേഷൻ പ്രോബ്ലം വന്നിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, കാവിറ്റേഷൻ പ്രോബ്ലം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. NPSH is equal to absolute pressure head at the inlet pump minus vapor pressure head in absolute units plus velocity head in suction pipe. Efficiencies of pump. Manometric efficiency വന്നിട്ട് manometric head divided by impeller power. Mechanical efficiency വന്നിട്ട് impeller power divided by shaft power. ഓവറോൾ എഫിഷ്യൻസി വന്നിട്ട് മാനോമെട്രിക് ഹെഡ് ഡിവൈഡഡ് ബൈ ഷാഫ്റ്റ് പവർ അല്ലെങ്കിൽ ഡയനാമെട്രിക് എഫിഷ്യൻസി ഇൻറ്റു മെക്കാനിക്കൽ എഫിഷ്യൻസി. ഇങ്ങനെ പ്രോബ്ലംസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമുല നമുക്ക് പഠിച്ചു വെച്ചാൽ പെട്ടെന്ന് എളുപ്പമായിരിക്കും. ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഡെലിവേർഡ് പെർ സെക്കൻഡ് ബൈ ദ പമ്പ്. എത്ര ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് വന്നിട്ട് പെർ സെക്കൻഡിൽ പമ്പ് ഡെലിവർ ചെയ്യുന്നു അതിന് പറയുന്നതാണ് ഡിസ്ചാർജ്. ഓക്കെ, അത് എക്സ്പ്രസ് ചെയ്യുന്നത് വന്നിട്ട് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഓർ ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. ഓക്കെ, 1 ലിറ്റർ പെർ സെക്കൻഡ് ഈക്വൽ ടു 10³ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. തിയറിറ്റിക്കൽ ഡിസ്ചാർജ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫ്ലോ. ഓക്കെ, QTH ആണ് തിയറിറ്റിക്കൽ ഡിസ്ചാർജ്. അത് വന്നിട്ട് ഏരിയ ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ A ഇൻറ്റു V. ആൻഡ് ഫോർ ആൻ ഇംപെല്ലർ ഓഫ് ഡയമീറ്റർ D ആൻഡ് വിഡ്ത്ത് B, QTH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? തിയറിറ്റിക്കൽ ഡിസ്ചാർജ് വന്നിട്ട് πdB ഇൻറ്റു V ആണ്. ഓക്കെ, V വന്നിട്ട് വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ്. പിന്നെ ആക്ച്വൽ ഡിസ്ചാർജ് വന്നിട്ട് തിയറിറ്റിക്കൽ ഡിസ്ചാർജ് ഉണ്ടല്ലോ QTH അതിനേക്കാളും ലെസ് ആയിരിക്കും, കുറവായിരിക്കും. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് വന്ന് CD ഈക്വൽ ടു Q ആക്ട് ഡിവൈഡഡ് ബൈ QTH. CD വന്നിട്ട് എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ്. പെർ സെക്കൻഡിൽ എത്ര വെയിറ്റ് മീൻസ് മാസ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നു അതിന് പറയുന്നതാണ് മാസ് ഫ്ലോ റേറ്റ്. MFR ഈക്വൽ ടു റോ ഇൻറ്റു Q. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്, പമ്പ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി ആണ് റോ.
പിന്നെ പവർ ഔട്ട്പുട്ട് ഓഫ് പമ്പ് ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി കറസ്പോണ്ടിങ് ടു ദ ഹൈറ്റ് h. ഓക്കെ, MFR ഇൻറ്റു G ഇൻറ്റു H, അതാണ് പൊട്ടൻഷ്യൽ എനർജി. Therefore, P out is equal to rho QGH. അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടി സ്റ്റേജ് പമ്പ്, കാവിറ്റേഷൻ, പിന്നെ ആപ്ലിക്കേഷൻസ്, സ്പെസിഫിക് സ്പീഡ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.